അപ്പം നമുക്ക് ഇന്നൊരു സ്പെഷ്യൽ അപ്പം ഉണ്ടാക്കാം. അതിനുവേണ്ടി കുറച്ച് വെള്ളം എടുത്ത് അടുപ്പത്ത് വയ്ക്കും. ഇതൊന്ന് തിളച്ച് കഴിയുമ്പോഴാണ് ഇതിനകത്ത് ഇച്ചിരി അരിപ്പൊടി ഇട്ട് നമ്മൾ പത്തിരിക്കൊക്കെ കുഴക്കുന്ന പോലെ കുഴക്കണം. ഇച്ചിരി ഉപ്പിടാം. വെള്ളം തിളച്ചിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് അരിപ്പൊടി ഇടാം. നമുക്ക് കുഴച്ചിട്ടുണ്ട്. ഇതിവിടെ നിൽക്കട്ടെ, ഒന്ന് തണിയട്ടെ. ഇനി ഒരു പാത്രത്തിൽ നമുക്ക് ലേശം മൈദ എടുക്കാം. മൈദ കുഴച്ചിട്ട് ഇത്തിരി ഉപ്പിട്ടു ലേശം കുഴച്ചെടുക്കാം. ഇത് നിൽക്കട്ടെ. അരിമാവും കൂടെ കുഴക്കാം. അപ്പോൾ ഇതിനകത്ത് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കാം. എന്നിട്ട് നമുക്ക് ഇതാണ് കുറച്ച് മൈദ കുഴച്ച് വെച്ചതാണ്. അപ്പോൾ ഈ മൈദ കുറച്ചെടുത്തിട്ട് ഈ ഉരുള ഇങ്ങനെ കുറച്ച് അരിപ്പൊടി ഇടാം. ഉരുള എടുക്കാം. ഇതിനകത്തോട്ട് വെച്ച് അപ്പോൾ ഗൈസ് ഇത് നോക്ക്. എക്സാക്ട് ചപ്പാത്തി. അപ്പോൾ പത്തിരി റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി നോക്കാം. അപ്പോൾ ഗൈസ് കുറച്ച് നാടൻ കോഴി മേടിച്ചാണ്. അത് നമുക്കൊന്ന് കഴുകിയെടുക്കാം. ഇത് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി കഴുകിയെടുത്ത് നമുക്ക് കുക്കറിലോട്ട് വാരിയിടാം. ഇഞ്ചി ഇട്ട് കൊടുക്കാം. ലേശം മസാലപ്പൊടി ഇടാം. മസാലപ്പൊടി തീർന്നു. ഇച്ചിരി ഗരം മസാല ഇടാം. അതിൻ്റെ കൂടെ ഇത്തിരി ഉപ്പിടാം. നല്ലോണം കുഴക്കാം നമുക്ക്. നല്ലതായിട്ട് പിടിക്കട്ടെ. ഒരു കാര്യം മതി, ഇച്ചിരി മഞ്ഞപ്പൊടി ഇടാം. ഇച്ചിരി മഞ്ഞപ്പൊടിയും കൂടി ഇടാം. ഇത് ആഹാരത്തിലെ പ്രധാനമായി വേണ്ട സാധനം മഞ്ഞപ്പൊടി. ആരോഗ്യത്തിന് നല്ലതാണ്. ഞാൻ തന്നെ മഞ്ഞ കമ്പ് മുറിച്ച് കൊണ്ടുവന്ന് വെച്ച് പൊടിപ്പിച്ചതാണ്. അപ്പം എല്ലാം കുഴച്ചു. ഇനി ഇതിനകത്ത് ഇച്ചിരി വെള്ളം ഒഴിച്ച് അടുപ്പ് വെക്കാം. നാടൻ കോഴി ആയതുകൊണ്ട് വേവ് കിട്ടാം. നമുക്ക് വേവാൻ അടുത്ത് വെക്കാം. മല്ലി വറുത്ത് പൊടിക്കാം. കഴുകി വെച്ച മല്ലി എല്ലാം തീർന്നു. ഇത് ഞാനിപ്പോൾ പുതിയ പാക്കറ്റ് മേടിച്ചു. അപ്പോൾ ഇതൊന്ന് കുറച്ചെടുത്ത് കഴുകിയിട്ട് വേണം വറുക്കാൻ. അപ്പോൾ ഇത് കഴുകി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് ചെറിയ തീരിട്ട് വറുത്തെടുക്കാം. ഉപ്പ് കത്തിക്കാം. പാനടുപ്പ് വയ്ക്കാം. ഈ കഴുകിയ മല്ലി കത്തിക്കണം. ഇത് ഞാൻ കുറച്ച് അധികം എടുത്തതാണ്. പൊടിച്ചാടെ വെച്ചാൽ നല്ലതല്ലേ. അപ്പോൾ ഈ മല്ലി മൂത്തിട്ടുണ്ട്. ഇത് നമുക്കിനി മിക്സിയിലിട്ട് അരച്ചെടുക്കണം. ഇതിപ്പോൾ ആവശ്യത്തിന് എടുത്തിട്ട് ബാക്കി ഒരു പാത്രത്തിലിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതിയാവും. അപ്പോൾ മല്ലിയൊക്കെ വറുത്ത് വെച്ചു. ഇനി തീ കത്തിച്ച് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെക്കാം. എന്നിട്ട് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് കറി വെച്ച് തുടങ്ങാം. വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനിയിപ്പം കുറച്ച് അതിന് വേണ്ടുന്ന ചേരുവകളൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതൊക്കെ കുറേശ്ശെയായിട്ട് എടുത്തങ്ങിടാം. അടുപ്പ് നമുക്ക് അതിനകത്തോട്ടിടാം. എനിക്ക് കുറേ നേരം മുറിച്ചിട്ട് വെക്കണം.
മാത്രമേ നല്ലോണം വഴറ്റിയെടുക്കാം. നല്ല മൂക്ക വഴറ്റിയെടുത്തിട്ട് അതിനകത്ത് ഇച്ചിരി നമ്മൾ മല്ലി വറുത്ത് വെച്ചിട്ടുണ്ടല്ലോ, ആ മല്ലി വറുത്ത് അങ്ങോട്ടിടാം. എന്നിട്ട് നല്ലോണം വഴറ്റി മൂപ്പിക്കാം. ഇച്ചിരി കഴുകി മിക്സി ജാറ് വെള്ളം ഒഴിച്ച് ഇച്ചിരി കഴുകി എന്നിട്ട് അതെല്ലാം ഒഴിച്ച് ഇച്ചിരി നല്ലോണം തിളപ്പിക്കാം. തിളച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ചിക്കൻ അങ്ങോട്ടിടാം. കുറച്ച് നേരം ഇളക്കാം. എന്നിട്ട് നമുക്ക് ഇത് കുറച്ച് മല്ലി മാത്രമല്ലേ അരച്ചിട്ടുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ലേശം തേങ്ങാപ്പാലും കൂടി ചേർക്കാം അതിനകത്ത്. അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരിക. അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റേ മാറും. അപ്പോൾ ഗൈസ്, ചിക്കൻ കറി ഫൈനൽ സ്റ്റേജിലെത്തി. ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഇളക്കി നല്ലോണം തിളച്ച് കഴിയുമ്പോൾ അങ്ങോട്ട് വാങ്ങാം. ചിക്കൻ കറി നല്ലോണം തിളച്ചിട്ടുണ്ട്. തിളച്ച് നല്ല ഇതായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഓഫാക്കിയിട്ട് നമുക്ക് പത്തിരിയും ചിക്കൻ കറിയും കഴിക്കാം. രണ്ട് പത്തിരി എടുത്തു. സ്പെഷ്യൽ പത്തിരിയാണ് കേട്ടോ. ലേശം ചിക്കൻ കറി എടുത്ത് എന്നിട്ട് നമുക്ക് കഴിച്ച് നോക്കാം. സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ പത്തിരി ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. ഇതാദ്യമായിട്ട് ഉണ്ടാക്കുന്നതാണ്. ഈ പത്തിരി ഞങ്ങളെ നാട്ടിലെ പലഹാരമല്ല. അപ്പോൾ നമുക്ക് കഴിച്ച് നോക്കാം പത്തിരിയും കോഴിക്കറിയും എങ്ങനെയുണ്ടെന്ന്. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയ സാധനമല്ലേ. കഴിച്ച് നോക്കിയിട്ട് പറയാട്ടോ. അപ്പോൾ പത്തിരി കുഴപ്പമൊന്നുമില്ല, സൂപ്പറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ്, ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബായ്.